ഹായ്, പുതിയ റിവ്യൂലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് അന്വേഷിപ്പിൻ കണ്ടെത്തു റിവ്യൂലോട്ടാണ്. ഡയറക്ടർ ഡാർവിൻ കുര്യാക്കോസ്, റൈറ്റർ ജിനു എബ്രഹാം, പിന്നെ അതിനകത്ത് ആർട്ട് വർക്ക് ചെയ്തേക്കുന്നത് രാജേഷ്. ഇത്രയും പേരെയാണ് ഞാൻ എടുത്ത് പറഞ്ഞേക്കുന്നത്. പിന്നെ മ്യൂസിക് സന്തോഷ് നാരായണ, തമിഴ് മ്യൂസിക് ഡയറക്ടറാണ്. ഇനി ഇതിൻ്റെ റിവ്യൂലോട്ട് പോവാം. ഇതൊരു നമ്മൾ ട്രെയിലർ കണ്ടാണ്. ഇതൊരു ഇൻവെസ്റ്റിഗേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റോറിയാണ്. പോലീസ് ഓഫീസറായിട്ട് ടൊവിനോ തോമസ്. ഇതിനു മുമ്പ് പോലീസ് ഓഫീസറായിട്ട് വന്നത് ടൊവിനോ കൽക്കിക്കാത്താന്ന് തോന്നുന്നു. ഇത് കൽക്കിക്കാത്തതിൻ്റെ കൂട്ടുള്ള സ്റ്റോറിയൊന്നുമല്ല. കൽക്കിയിലെ സ്റ്റോറി നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഒരു അമാനുഷികനായിട്ടുള്ളൊരു പോലീസ് ഓഫീസർ, അതായത് സൂപ്പർ ഹീറോ മോഡൽ, ഒരു 1000 പേര് വന്നാലും ഇടാൻ പറ്റുന്ന അങ്ങനെയൊക്കെയുള്ള ഒരു ഫാൻറ്റസി മോഡലുള്ള ഒരു സ്റ്റോറിയൊന്നുമല്ല. ഇതൊരു നൈസായിട്ടുള്ള എന്ന് വെച്ചാൽ ഒരു എസ് ഐ എങ്ങനെ ചെയ്യാൻ പറ്റുന്നു അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ഒരു സ്റ്റോറിയാണ് ഇതിനകത്ത് പോയേക്കുന്നത്. ഇപ്പോൾ ഇതിനു മുമ്പ് പറ്റി ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഇതിനകത്ത് ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലുമായിട്ട് 2 ഇൻവെസ്റ്റിഗേഷനാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് ഇതിനകത്ത് തോന്നിയെന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാഫ് നല്ലൊരു ഇൻവെസ്റ്റിഗേഷനായിട്ടാണ് എനിക്ക് തോന്നിയത്. സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ സെക്കൻഡ് ഹാഫാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഫസ്റ്റ് ഹാഫ് വെറുതെ ഉള്ള ഒരു ഇൻവെസ്റ്റിഗേഷനായിട്ടാണ്. അതായത് ഇതിന് മുമ്പ് കണ്ണൂർ സ്ക്വാഡ് എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു കഥ അറിയാം. നമ്മൾ സസ്പെൻഷനിലായ കുറച്ച് സ്ക്വാഡ് പോലീസ് ഓഫീസർ ഒരു ഇൻവെസ്റ്റിഗേഷന് അന്വേഷിച്ച് ജോലിയിൽ രണ്ടാമത് കയറുന്ന ഒരു രീതിയിലാണ് പോയേക്കുന്നത്. അതിൻ്റെ വേറൊരു രീതിയിലുള്ളൊരു സ്റ്റോറിയാണ് ഇതിനകത്ത് ജിനു എബ്രഹാം എഴുതി വെച്ചേക്കുന്നത്. ഫസ്റ്റിലെ തുടങ്ങുകയാണെങ്കിൽ ഒരു SP ഓഫീസെ, സൂപ്രണ്ട് ഓഫ് പോലീസിനെ കാണാനാണെങ്കിൽ ഒരു ടൊവിനോ വരുന്നത് ഒരു നൈസ് ഇൻട്രോ. അപ്പോൾ അതിനകത്തുനിന്ന് വെച്ച് അതിനകത്ത് ഫ്ലാഷ് ബാക്ക്, അതായത് പഴയ ഒരു കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇത് കാണിക്കുന്നു. അത് എന്തൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ എനിക്കത് വലിയ പുതുമയായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ആ ഒരു കാസിനേഷനോ അത് എല്ലാത്തിനകത്തും മിക്ക ഇൻവെസ്റ്റിഗേഷൻ സിനിമയ്ക്കകത്തും തോന്നുന്നതെന്ന് പറഞ്ഞാൽ ഒരു കൊലപാതകമായിരിക്കും അന്വേഷിക്കുന്നത്. ഇതിനകത്തും അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അത് നിർത്തിയേക്കുന്നതെന്ന് വെച്ചാൽ ആ ഇൻവെസ്റ്റിഗേഷൻ നിർത്തിയേക്കുന്നത്, അത് ഫസ്റ്റ് ഹാഫ് നിർത്തിയേക്കുന്നത് ആ ഫ്ലാഷ് ബാക്ക് അവസാനിക്കുന്നതിൻ്റെ കൂട്ടത്തിലാണ് നിർത്തിയേക്കുന്നത്. പിന്നെ സെക്കൻഡ് ഹാഫിലോട്ട് പോകുമ്പം വേറൊരു സ്ഥലത്തേക്ക് അന്വേഷിക്കാൻ വിടുന്നു, അതായത് കണ്ണൂർ സ്ക്വാഡിൻ്റെ കൂട്ട് തന്നെ വേറൊരു രീതിയിൽ. അപ്പോൾ അങ്ങനെ അന്വേഷിക്കാൻ വിടുന്ന് അവിടെ വെച്ച് അത് അന്വേഷിച്ച് പൂർത്തിയാക്കുന്നത്. ഇതാണ് അതിൻ്റെ ഒരു പശ്ചാത്തലം, സിനിമയുടെ ഒരു പശ്ചാത്തലം. ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ എടുത്തു പറയേണ്ടതെങ്കിൽ ഇതിൻ്റെ ഡയറക്ഷൻ, പിന്നെ ആ കാലഘട്ടം, അതായത് 80s 90s ആ സമയത്തുള്ളൊരു കാലഘട്ടം ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അതായത് എൻ്റെയൊക്കെ കൊച്ചിലെ പോകുമ്പോഴാണെങ്കിൽ ഈ പെട്ടിക്കടകൾ ഇതൊക്കെ കാണുമായിരുന്നു, ബസ്, പിന്നെ ടാർ ചെയ്യാത്ത റോഡ്, വയൽ. ഇപ്പം വയലൊക്കെ ഒന്നും കാണാനില്ല. അപ്പോൾ ആ രീതിയൊക്കെ നല്ല രീതിയിൽ ആ സമയത്തുള്ള കാലഘട്ടമൊക്കെ നല്ല രീതിയിൽ കാണിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ബാബുരാജ് ഉണ്ട്, ടൊവിനോ, പിന്നെ അസീസ് ഉണ്ട്, കോട്ടയം നസീർ, ഇവരൊക്കെ ഉണ്ട്. ഈ അസീസിനെ ഇതിനകത്ത് എനിക്ക് അത്ര ഇതായിട്ട് തോന്നിയില്ല. കാരണം ആ കണ്ണൂർ സ്ക്വാഡിൻ്റെ ആ ഒരു രീതിയിൽ ആണ് ഉദ്ദേശിച്ചെങ്കിൽ അതിൻ്റെ ഒരു ഏരിയയിൽ പോലും വന്നിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു അസീസിൻ്റെ. പിന്നെ കോട്ടയം നസീർ പരമാവധി തുടക്കം കുറച്ച് വെറുപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അത് വെറുപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഇപ്പം നായകൻ്റെ ഇപ്പം പഴയ സിനിമയ്ക്കത് പഴയതല്ല, ഇപ്പം ഇവിടുത്തെ മലയാള സിനിമയുടെ കാര്യം എന്ന് പറഞ്ഞാൽ നായകൻ്റെ ഒരു അന്വേഷണത്തിനെതിരെയായിരിക്കും അതിൻ്റെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ്. അത് തന്നെ ഇതിനകത്തും കാണിക്കുന്നുണ്ട്. പിന്നെ ടൊവിനോ ഇതിനകത്ത് നല്ല രീതി ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഏറ്റവും നല്ലോണം ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫിലെ പെൺകൊച്ചിൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ചിരിക്കുന്ന ആ പുള്ളി നല്ലോണം ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിലോട്ട് വരുവാണെങ്കിൽ ബാബുരാജ് നല്ലോണം ചെയ്തിട്ടുണ്ട്. പിന്നെ ഷമ്മി തിലകൻ 1-2 സീനിൽ വന്ന് പോകുന്നുണ്ട്. പിന്നെ ഇന്ദ്രൻസ് ഒരു പോലീസ് ആയിട്ടാണ്. പിന്നെ ഹരിശ്രേഷകനുണ്ട്. ഇവരെല്ലാവരും അവരുടെ രീതി നല്ല രീതി കൊടുത്തറുള്ളൂ. കുറച്ച് നേരം ഉള്ളെങ്കിൽ നല്ല രീതി ചെയ്തിട്ടുണ്ട്. പിന്നെ പുതുമയൊന്നുമില്ല. എനിക്ക് സെക്കൻഡ് ഹാഫാണ് ഇഷ്ടപ്പെട്ട ഫസ്റ്റ് ഹാഫിനെക്കാട്ടിലും. അപ്പോൾ വലിയൊരു സിനിമയല്ല, അത്ര പന്ന സിനിമയല്ല, ഒരു മീഡിയം ലെവലിൽ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിട്ടാണ് പോയത്. പിന്നെ ഞാനിത് കാണാൻ പോയത് 11 മണിക്കലത്തെ ഷോയിലാണ്. ചെന്നപ്പം തിയേറ്ററിൽ ആളില്ല, ഇത്രയും പ്രൊമോഷൻ കൊടുത്തിട്ട് ആളില്ല. അപ്പോൾ 4 പേരെ ഉള്ളായിരുന്നു. 10 പേരുണ്ടെങ്കിൽ പടം ഇടാമെന്ന് പറഞ്ഞ്. ഏറ്റവും അവസാനം 11 മണിക്ക് പറഞ്ഞ ഷോ 11:30 ഇട്ടത്, 7 പേര് വെച്ച്. അപ്പോൾ ഇനി ഇതിൻ്റെ റിവ്യൂ അറിഞ്ഞിട്ടായിരിക്കും ഇനി അടുത്ത ആൾക്കാരുടെ പ്രതികരണം എങ്ങനെ തിയേറ്ററിൽ എങ്ങനെ ഓടുമെന്ന് ഇനി കണ്ടറിയണം. പടം ഒരു ആവറേജ്, എബോ ആവറേജ്, അതിന് അപ്പുറം എനിക്ക് തോന്നിയിട്ടില്ല. സെക്കൻഡ് ഹാഫ് നല്ല രീതിയിൽ എൻഗേജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ഇട്ട് വരുന്നത്. ബൈ.